കേന്ദ്ര സർക്കാരിന്റെ FCRA ഭേദഗതി ബില്ലിൽ രൂക്ഷ വിമർശനവുമായി ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP. ജനാധിപത്യ രാജ്യത്ത് ഇത്തരത്തിലുള്ള ഭേദഗതി ആദ്യമെന്നും സുതാര്യതയില്ലാതെ കേന്ദ്ര സർക്കാർ ഒളിച്ചു കളിക്കുകയാണെന്നും ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. താൽപര്യമില്ലാത്ത സ്ഥാപനങ്ങളുടെ ലൈസൻസുകൾ റദ്ദാക്കുന്നത് കേന്ദ്ര സർക്കാർ നേരത്തെ തുടങ്ങിയിരുന്നു. ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് വിടുന്നിരുന്ന കടുംപിടുത്തത്തിലാണ് സർക്കാർ എന്നും വിഷയത്തിൽ കോൺഗ്രസ് പ്രതിഷേധത്തിനിറങ്ങിയത് സ്വാഗതാർഹമെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. ക്രൈസ്തവ ലേബലിൽ മന്ത്രിയായ ജോർജ് കുര്യൻ പുറംതിരിഞ്ഞു നിൽക്കുകയാണെന്നും അല്പമെങ്കിലും ഉൾപ്പുള്ളവർ ഇത് ചെയ്യില്ല എന്നും ബ്രിട്ടാസ് വിമർശിച്ചു. FCRA നിയമ ഭേദഗതിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും MP-മാർക്കും CBCI നിവേദനം നൽകിയിരുന്നു. വിശദ പരിശോധനയ്ക്കായി ബില്ല് പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടണമെന്നും പരാതികൾ പരിഗണിച്ച് നടപടി വേണമെന്നും ആവശ്യപ്പെട്ടാണ് CBCI നിവേദനം നൽകിയത്. തെരഞ്ഞെടുപ്പ് പ്രചാരണം നിർത്തി കേരളത്തിലെ MP-മാർ ഡൽഹിയിലെത്തി വിഷയത്തിൽ ഇടപെടണമെന്നാണ് CBCI നിലപാട്. ബില്ല് നിയമമായാൽ കോടതിയെ സമീപിക്കുമെന്നും CBCI മുന്നറിയിപ്പ് നൽകിയിരുന്നു. നിയമത്തിലൂടെ കൊണ്ടുവരുന്ന നിയന്ത്രണങ്ങൾ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ ലംഘിക്കുന്നതാണ്. ഇതിനോടകം തന്നെ ശക്തമായ നിയന്ത്രണമുള്ളപ്പോൾ തിടുക്കത്തിലുള്ള നടപടി രാജ്യമാകെയുള്ള NGO-കളെയും സംഘടനകളെയും വരുതിയിലാക്കാനാണെന്നും സഭാ നേതൃത്വം വിമർശിച്ചിരുന്നു. FCRA നിയമ ഭേദഗതിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കത്തോലിക്ക സഭയുടെ മുഖപ്രസംഗമായ ദീപികയും രംഗത്തെത്തിയിരുന്നു. FCRA ഭേദഗതി ബിൽ ന്യൂനപക്ഷ വേട്ടയ്ക്കുള്ള മറ്റൊരു മാരകായുധമാണെന്ന് ദീപിക മുഖപ്രസംഗത്തിൽ പറഞ്ഞു. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയമായിട്ടുപോലും ഒരു മറയുമില്ലാതെ ഇത്തരം അജണ്ടകൾ നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ ഇതൊരു സൂചനയല്ല, കൃത്യമായ സന്ദേശമാണെന്നും ദീപിക കുറ്റപ്പെടുത്തി.